my dear students, welcome to Teacher at Home. Today class we are going to learn the fourth chapter, Production of Metals. Discovery of, we had all heard about the metals. With the invention of the metals only, life became easier. Okay. Discovery of metals is the most significant finding that has revolutionized the world. These are marked as metal ages in the history of human progress. The burden of labor was minimized അല്ലേ എന്താണ് ജോലിഭാരം തന്നെ കുറഞ്ഞത് ഈ മെറ്റൽസിന്റെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ടാണ് ഇൻസ്റ്റെഡ് ഓഫ് ഷാർപ്പ് റോക്സ് ആൻഡ് വുഡൻ സ്റ്റിക്സ് ഫോർ ഹണ്ടിങ് ആൻഡ് ഏർണിംഗ് ഫുഡ് The development in the fields of agriculture and industry are the results of the invention of metals, aren't they? Think about it. Iron, which is used in making equipments ranging from pins to lead. അയൺ എന്തിനൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്ന് തൊട്ട് എയ്റോപ്ലെയിൻ ഉണ്ടാക്കണ വരെ നമ്മൾ ഉപയോഗിച്ചിരുന്നു ആസ് വെൽ ആസ് കോപ്പർ ആൻഡ് അലുമിനിയം ഹാവിംഗ് വേരിയസ് യൂസസ് ഇൻ അവർ ഡെയിലി ലൈഫ് ആർ മെറ്റൽസ് വിച്ച് ചേഞ്ച് ദ ഹിസ്റ്ററി ഗോൾഡ് സിൽവർ ആൻഡ് പ്ലാറ്റിനം യൂസ്ഡ് ഫോർ മേക്കിംഗ് ജ്വല്ലറീസ് ആർ മെറ്റൽസ് അല്ലേ ജ്വല്ലറി വർക്ക്സിനൊക്കെ ഉപയോഗിക്കുന്ന ഈ മെറ്റൽസ് ലൈക്ക് ഏതൊക്കെയാ ഗോൾഡ് സിൽവറും പ്ലാറ്റിനം ഹാവ് യു എവർ തോട്ട് ഹൗ ദീസ് മെറ്റൽസ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം നേച്ചർ Do we get them directly from nature, the way they are used? Let's examine. Chemically, reactive metals are found in the combined state, while the relatively unreactive metals, അപ്പോൾ chemically എന്താണ് reactive metals combined stateലാണ് കാണുന്നതെങ്കിൽ unreactive metals ഏതൊക്കെയാ platinum, gold, they are found in native state in the earth's crust. Native stateലാണ് അവർ കാണുന്നത്. Metallic compounds generally seen in the earth crust are called minerals. അതായത് മെറ്റാലിക് കോമ്പൗണ്ട്സ് ആയിട്ടാണ് ഫോം ചെയ്യണത് അല്ലേ അത് എർത്ത് ക്രസ്റ്റിൽ ഫൗണ്ട് ചെയ്യണതിനെയാണ് നമ്മൾ എന്ത് പറയുക മിനറൽസ് എന്ന് പറയുക ഓക്കെ ദർ കുഡ് ബി മെനി മിനറൽസ് ഹാവിംഗ് ദ സെയിം മെറ്റൽ മെനി മിനറൽ ഒരേ മെറ്റലുള്ള മെനി മിനറൽസ് കാണും ഒരേ മെറ്റലുള്ള കുറെ മിനറൽസിനെ കാണാറുണ്ട് ഏതൊക്കെയാ ഒരേ മെറ്റലുള്ള മെനി മിനറൽസ് എന്ന് പറയുമ്പോൾ ബോക്സൈറ്റ് ഇപ്പൊ ബോക്സൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ അലുമിനിയം ഉണ്ട് Al2O3 2H2O ഓക്കെ ദെൻ നെക്സ്റ്റ് കൺസിഡറിങ് ക്രയോലൈറ്റ് ക്രയോലൈറ്റില് Na3Al(F6) അല്ലെ അതിലും എന്തുണ്ട് അലുമിനിയം ഉണ്ട് ക്ലേ Al2O3 2SiO2 2H2O അതായത് Al2O3 അതിലും എന്തുണ്ട് അലുമിനിയം ഉണ്ട് SiO2 2H2O some of the minerals of aluminum however all these minerals cannot be used for the extraction എല്ലാ മിനറൽസും എന്താണ് metals extract ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല all the minerals cannot be used for the extraction of metals എല്ലാ മിനറൽസിൽ നിന്നും നമുക്ക് ആ മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല അതിന് ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട് ഏതൊക്കെയാ അത് അബണ്ടൻസ് കണ്ടമാനം അത് ഭൂമിയിൽ കാണണം പിന്നെന്താ ഈസിലി ആൻഡ് ചീപ്ലി സെപ്പറബിൾ അപ്പോൾ ഇപ്പോൾ നമ്മളൊരു മിനറൽ കണ്ടു അതിൽ നിന്ന് നമുക്കൊരു മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ അത് എളുപ്പത്തിലും പിന്നെന്താണ് ചീപ്പായിട്ടും വേണം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ പിന്നെ ആ മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തിട്ട് കാര്യമില്ല പിന്നെ ഹൈലി മെറ്റൽ കണ്ടന്റ് അപ്പോൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണ ആ മിനറലില് ആ മെറ്റൽ കണ്ടന്റ് കൂടുതലായിരിക്കണം ഓക്കെ ഇപ്പൊ Al2O3 പറയുമ്പോൾ അതിൽ അലുമിനിയം കൂടുതലായിട്ടുണ്ട് അതേപോലെ അത്രയും കൂടുതലായിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ A mineral from which a metal is economically, easily and quickly extracted is called the ore of the metal. അപ്പോൾ a mineral from which a metal അല്ലേ ഒരു മിനറൽ നിന്ന് ഒരു മെറ്റൽ എക്സ്ട്രാക്ട് എളുപ്പത്തിലും വേഗത്തിലും എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക ഓർ ഓഫ് ദ മെറ്റൽ Among the minerals of aluminium, bauxite possesses the properties. ബോക്സൈറ്റിനാണ് ഈ എല്ലാ ഗുണങ്ങളും ഇരിക്കുന്നത് അതായത് അബണ്ടൻസ് ഉണ്ട് പിന്നെ ഈസിലി ആയിട്ട് സെപ്പറബിൾ ആണ് ഹൈ മെറ്റൽ കണ്ടന്റ് ഉണ്ട് ഓക്കെ ബോക്സൈറ്റ് ഇസ് ഓർ ഓഫ് അലുമിനിയം ഓൾ ഓർസ് ഓഫ് മിനറൽസ് ഓർസ് ആർ മിനറൽസ് ബട്ട് ഓൾ മിനറൽസ് എന്താണ് ഓർസ് അല്ല given below is a table showing certain metals their ores and the chemical formula അലുമിനിയം മെറ്റൽ അലുമിനിയം അല്ലേ മെറ്റൽ ഏതാ അലുമിനിയം അതിന്റെ ഓറ് ബോക്സൈറ്റ് Al2O3 2H2O നെക്സ്റ്റ് വൺ ഈസ് അയൺ അയണിൽ ഏതൊക്കെയുള്ള ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ഉണ്ട് അപ്പൊ അതിന്റെ ഫോർമുലാസ് Fe2O3 Fe3O4 ഹെമറ്റൈറ്റ് Fe2O3 മാഗ്നറ്റൈറ്റ് Fe3O4 കോപ്പറിലുള്ളത് കോപ്പർ പൈറൈറ്റ്സ് ആൻഡ് കുപ്രേറ്റ്
Copper pyrites. It's ending with S. അപ്പോൾ നമ്മുടെ ഫോർമുലയും എസിൽ തന്നെയാണ്. CuFeS2. Cuprite. Cu2O. Next one is zinc blend and calamine. Calamine ഒരു പേര് വ്യത്യാസം അല്ലേ? Zinc blend. That will not be confused. Zinc blends and DES. Calamine Zn അല്ലേ? Calamine. അപ്പോൾ അതിൽ തന്നെ C ഉണ്ട്. അപ്പോൾ CO3. Okay. എങ്ങനെയൊക്കെ ഒരു കോഡ് വെച്ചിട്ട് നോക്കുക ഇത്. Which metal ore is calamine? It is zinc. Then what is the ore of aluminium? Bauxite is the ore of aluminium. Which metal has sulfide ore? Sulfide ore ഏതിനൊക്കെയാണ്? Copper pyrites and zinc blend. Metallurgy involves all the process leading to the separation of a pure metal from its ore. There are three important stages in metallurgy. മൂന്ന് important stage. Metallurgy എന്ന് പറഞ്ഞാൽ എന്താണ്? Separation of a pure metal from the ore. ഓറിൽ നിന്ന് ഒരു മെറ്റൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണതിന് ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? മെറ്റലർജി എന്ന് പറയാം. അതിൽ തന്നെ മൂന്ന് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഉണ്ട്. ഏതൊക്കെയാ? കോൺസെൻട്രേഷൻ ഓഫ് ഓർ, then the concentration of the metal from concentrated, extraction of metal from the concentrator. ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുക, എന്നിട്ട് ആ കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്നും മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. Then final process is the refining of metals. So we can learn the first process, that is the concentration of ores. The process of removing the impurities. അപ്പോൾ ആ ഓറിൽ നിന്നും impurities means gang from the ore obtained from the earth's crust is called the concentration of the ore. So anything that is obtained directly from the earth cannot be used as such. It has to be cleaned to remove the impurities. So that process we refer to as a concentration of ore. അപ്പോൾ ആ ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ വിളിക്കുകയാണ് എന്താണ്? ഇറ്റ്സ് റെഫർ ടു ആസ് എ ഗ്യാങ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ ഓർ ആൻഡ് ദ ഇമ്പ്യൂരിറ്റീസ് ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കോൺസെൻട്രേഷൻ. അപ്പോൾ ഇമ്പ്യൂരിറ്റീസിന്റെ തോത് അനുസരിച്ച് കോൺസെൻട്രേഷൻ മെത്തേഡ് പലതരത്തിലുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ദ ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓറിലുള്ള പ്രോസസ് ആണ് ലെവിഗേഷൻ, ഹൈഡ്രോളിക് വാഷിംഗ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ദ ലീച്ചിങ്. അപ്പൊ കോൺസെൻട്രേഷൻ തന്നെ 4 പ്രോസസ്സ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു. ലെവിഗേഷൻ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ ആൻഡ് ലീച്ചിങ്. സോ ഫസ്റ്റ് വൺ ഇസ് ദ ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. When the impurities are lighter and the ore particles are heavier. അപ്പം നമ്മൾ എടുക്കുന്ന ഓർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അബൻഡന്റ് ആയിട്ട് കാണണം അല്ലെ? എ മെറ്റൽ ഫ്രം വിച്ച് mineral it is been extracted, that is referred to as the ore. That ore it contains in which the impurities അതിൽ കണ്ടിരിക്കുന്ന അഴുക്ക് പാർട്ടിക്കിൾസ് എത്രയാണ്? കുറവാണ്, മീൻസ് ലൈറ്റർ ആണ് കമ്പയർഡ് ടു ദ ഓർ പാർട്ടിക്കിൾസ്. അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കാറ്. The lighter impurities are removed. അപ്പോൾ ആ ചെറിയ impurities ഒക്കെ എങ്ങനെ റിമൂവ് ചെയ്യാം? വാഷിംഗ് ഇൻ എ കറണ്ട് ഓഫ് വാട്ടർ, മീൻസ് നല്ല വെള്ളത്തിലിട്ട് വാഷ് ചെയ്തതോട് കൂടിയിട്ട് അത് പോവും. എക്സാമ്പിൾ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സൈഡ് ഓസ്, കോൺസെൻട്രേഷൻ ഓഫ് ഓസ് ഓഫ് ഗോൾഡ്. ഗോൾഡിന്റെ ഓസ് ഒക്കെ ഈ മെത്തേഡിലൂടെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ പൗഡേർഡ് ഓർ അതിൽ വെള്ളത്തിൽ നമ്മൾ ഇട്ടു. ഗാങ്സ്, ആദ്യം ലൈറ്റർ പാർട്ടിക്കിൾസ് എന്താണ് പെട്ടെന്ന് തന്നെ മാറി കിട്ടും. അതായിട്ട് ഹെവിയർ പാർട്ടിക്കിൾസ് അത് നമ്മൾ താഴത്തെ കൂടിയിട്ട് കളക്ട് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ദ പ്രോസസ്. നെക്സ്റ്റ്, അപ്പോൾ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓറിന്റെ ഗോൾഡിന്റെ ഓറ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ദ പ്രോസസ് ഈസ് യൂസ്ഡ് വെൻ ദ ഇമ്പ്യൂരിറ്റീസ് ആർ ഹെവിയർ ആൻഡ് ദ ഓർ പാർട്ടിക്കിൾസ്. ഇമ്പ്യൂരിറ്റീസ് കണ്ടമാനവും ഓർ പാർട്ടിക്കിൾസ് ലൈറ്ററും. ഓക്കെ, ഇമ്പ്യൂരിറ്റീസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഹെവിയറും ഓർ പാർട്ടിക്കിൾസ് ലൈറ്റർ ആകുമ്പോഴാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. സൾഫൈഡ് ഓസിനാണ് നമ്മൾ മെയിൻലി ഈ മെത്തേഡ് അപ്ലിക്കബിൾ. സൾഫൈഡ് ഓർസ്. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ ചെയ്യുന്നത്? ഓറും പൈൻ ഓയിലും വാട്ടറും കൂടെ ഇതിൽ ആഡ് ചെയ്തു, എന്നിട്ട് സ്റ്റിറർ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തു. അപ്പൊ ഫ്രോത്ത് വിൽ ബി സെറ്റിൽഡ് അറ്റ് ദ ടോപ്പ്, എയർ വിൽ ബി ഗോയിങ് അറ്റ് ദ ടോപ്പ് സെക്ഷൻ. റൊട്ടേറ്റിംഗ് പാഡിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റൊട്ടേറ്റിംഗ് ദ സ്റ്റിറർ. ഓക്കെ, next one is the magnetic separation. If either the ore or the impurity has magnetic, ഓറിനോ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റിക്കോ ഏതെങ്കിലും ഒന്നിന് മാഗ്നറ്റിക് നേച്ചർ ഉണ്ടെങ്കിൽ, കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ, ഈ കോൺസെൻട്രേഷൻ മെത്തേഡ് നമ്മൾ അപ്ലിക്കബിൾ ആണ്. സി ദിസ്, ഓർ ആഡ് ചെയ്തു, മാഗ്നറ്റിക് റോളറിൽ കൂടി അത് കറങ്ങുകയാണ്. അപ്പൊ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളത് പെട്ടെന്ന് എവിടെ പോവും? നമ്മൾ എടുത്തിരിക്കുന്ന ആ വെസലിലേക്ക് പോവും. ബാക്കിയുള്ള മാഗ്നറ്റിക് കമ്പോണന്റ് നോൺ മാഗ്നറ്റിക് ഒന്നിലേക്കും മാഗ്നറ്റിക് വേറൊന്നിലേക്കും അല്ലെ?
ഈസിലി ആയിട്ട് സെപ്പറബിൾ ആണ്. മാഗ്നറ്റ് കാണിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ അയൺ പാർട്ടിക്കിൾസ് പെട്ടെന്ന് തന്നെ അതിലേക്ക് സ്റ്റിക്ക് ചെയ്യണത്. This method is used for the concentration of magnetite ore of iron and also for the separation of iron tungstate, the magnetic impurity from the tin stone. Tin stone ലുള്ള magnetic impurity remove ചെയ്യാനും നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. Non-magnetic ore of tin used for the concentration of magnetite ore of iron. Magnetite ore of iron ആണ്. And also to separate iron tungstate, the magnetic impurity. അപ്പോൾ ഏതിലുള്ള ഇമ്പ്യൂരിറ്റി ആണ് അയൺ ടങ്സ്റ്റേറ്റ്? ടിൻ സ്റ്റോണിലുള്ള ഇമ്പ്യൂരിറ്റി ആണ് അയൺ ടങ്സ്റ്റേറ്റ്, ദ നോൺ മാഗ്നറ്റിക് കോർ ഓഫ് ടിൻ. നെക്സ്റ്റ് വൺ ഇസ് ദ ലീച്ചിങ് ഓർ ആഡിങ് ദ കോർ ഓഫ് ഓർ ടു എ സ്യൂട്ടബിൾ സൊല്യൂഷൻ. അപ്പോൾ ഓർ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? എ കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ആൻഡ് ദ ഓർ ഡിസോൾവ്സ്. ഓർ നമ്മൾ ഒരു സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ആ ഓർ അതിൽ ഡിസോൾവ് ആവും, ലയിക്കും. Insoluble impurities are filtered out. അത് ലയിക്കാത്തത് അരിച്ചിട്ട് നമുക്ക് മാറ്റാം. The ore, pure ore is separated from the filtrate by a chemical reaction. Pure ore എങ്ങനെയാണ് നമ്മൾ ഫിൽട്രേറ്റിൽ നിന്ന് മാറ്റുക? കെമിക്കൽ റിയാക്ഷൻ വഴി. Bauxite, the ore of aluminum is concentrated by this method. Bauxite സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്തത്. Certain properties of metallic ores and the impurities present in them are given in the table. Identify the suitable method, concentration and complete the table. Properties of ore: high density, low density. Properties of impurities present, low density. അപ്പോൾ നമ്മൾ ആദ്യം യൂസ് ചെയ്ത മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ ഏതായിരുന്നു? ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. Then next one, magnetic in nature, non-magnetic in nature. Third one, magnetic separation. Lighter sulfide ores, high density. Sulfide separate ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചത് froth flotation. Aluminium ores that get dissolved in a solution, insoluble in the same solution, leaching. Then, right suitable method of concentration of ores: tin stone, magnetic separation, bauxite, leaching, zinc blender. Zinc blender, froth flotation. Froth flotation. Okay, because the magnetic ores of sulfide ores ഒക്കെ നമ്മൾ ആ മെത്തേഡിലാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. Extraction of metals from concentrated ore. It has usually two stages. Conversion of concentrated ore into oxide. അപ്പോൾ ആദ്യം നമ്മൾ അതിനെ എന്താക്കണം? ഓക്സൈഡ് ഫോമിലേക്ക് ആക്കണം. പിന്നെ റിഡക്ഷൻ ഓഫ് ദ ഓക്സൈഡ്. ആദ്യം ഓക്സൈഡ് ആവും, പിന്നെ ആ ഓക്സൈഡ് തന്നെ റിഡക്ഷൻ നടക്കും. First one, conversion of concentrated ore into its oxide. Calcination. Calcination is the process of heating the concentrated ore. Ore heat ചെയ്യാം. In the absence of air. Air ഇല്ലാതെ ore heat ചെയ്യാം. At a temperature below its melting point. അതിന്റെ മെൽറ്റിംഗ് പോയിന്റിനെ കാട്ടിയും താഴത്തെ ടെമ്പറേച്ചറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? It is a process of heating the concentrated ore in the absence of air at a temperature melting point ne kaatiyum thalathe temperature il. Okay. Carbonates and hydroxides of metals decompose to form their oxides. Carbonate hydroxides endu cheyum? Decompose ചെയ്തിട്ട് അതിന്റെ ഓക്സൈഡ്സ് ആയിട്ട് ഫോം ചെയ്യും. അതാണ് ഈ കാൽസിനേഷൻ. കാൽസിനേഷൻ പറഞ്ഞാൽ ഒരു കോൺസെൻട്രേറ്റഡ് ഓർ അത് നമ്മൾ ഹീറ്റ് ചെയ്യുക. എയർ ഇല്ലാതെ ആബ്സെൻസ് ഓഫ് എയറിൽ ഹീറ്റ് ചെയ്യുക. പിന്നെ എന്താ ഒന്നുകൂടെ നോക്കേണ്ടത്? ആ സബ്സ്റ്റൻസിന്റെ മെൽറ്റിംഗ് പോയിന്റിനെ കാട്ടിയും താഴെയായിരിക്കണം. കാർബണേറ്റ്സും ഹൈഡ്രോക്സൈഡ്സ് ഒക്കെ ഈ മെത്തേഡിലൂടെ തന്നെയാണ് എന്ത് ചെയ്യണത്? ഓക്സൈഡ്സ് ആവുന്നത്. നെക്സ്റ്റ് ഇസ് റോസ്റ്റിംഗ്. Roasting, it is the process of heating the concentrated ore in a current of air at a temperature below its melting point. When the concentrated ore is subjected to roasting, the moisture present is removed as vapor. Sulfide ore combines with oxygen to form in the oxide. Cu2s ore is converted to Cu2O by roasting. അപ്പോൾ റോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ് അല്ലെ, ഹീറ്റിംഗ് പ്രോസസ് ആണ്. അതിൽ എന്താ സംഭവിക്കുന്നത്? Concentrated ore in a current of air at a temperature, it is a process of heating. അതായത് ചൂടാക്കുകയാണ് അല്ലേ, ചൂടാക്കുകയാണ്. എന്താ ചൂടാക്കുന്ന? കോൺസെൻട്രേറ്റഡ് ഓറ് ഇൻ എ കറണ്ട് ഓഫ് എയർ, എയറുടെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യാണ്. ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്, സെയിം കറണ്ട് ഓഫ്. അത് മറ്റ് കാൽസിനേഷൻ പറയുമ്പോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ
roasting പറയുമ്പോൾ in the presence of air we are heating below at a temperature below the melting point. When the concentrated ore is subjected to roasting, the moisture present removed by in the vapor, removed as vapor. Okay, sulfide ore combined with oxygen to form oxide. C2S ore is converted to CO2O by roasting. അപ്പോൾ calcination or roasting തമ്മിലുള്ള difference എന്ന് പറഞ്ഞാൽ calcination it is heated in the absence of air and roasting it is heated in the presence of air. പിന്നെന്താണ് അപ്പം sulfide ores ആണ് mainly നമ്മൾ ഇതിൽ roasting ചെയ്യുന്നത്. It reacts with oxygen to form corresponding oxides. Next one is the reduction of the oxide. The process of extraction of a metal from the oxide is reduction. അപ്പോൾ ഓക്സൈഡിൽ നിന്ന് extraction of metal from the oxide. അപ്പോൾ ഒരു മെറ്റൽ ഓക്സൈഡിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണതിനെയാണ് എന്ത് പറയുക, റിഡക്ഷൻ എന്ന് പറയുക. ഓക്സൈഡിൽ നിന്ന് ഒരു മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യണത്. Suitable reducing agents are used for this purpose. During the process of reduction, production of metal, electricity, carbon monoxide are used as reducing agent on the basis of reactivity of the metal. Electricity is used as a reducing agent to extract highly reactive metals like sodium, potassium and calcium from their ores. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ, ഇലക്ട്രിസിറ്റി, കാർബൺ മോണോക്സൈഡ് ഇതൊക്കെയാണ് നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ ഇലക്ട്രിസിറ്റി ഏതിനൊക്കെയാണ് യൂസ് ചെയ്യണത്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അതൊക്കെ അതിൽ നിന്ന് ഓറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റീനെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യണത്. So that's all about this chapter. The next part we can see in the part 2. So if you are interested, please do like, share and subscribe my channel. Okay, thank you.